ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവവചനം ധ്യാനിക്കാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എൻ്റെ പ്രാണനെ എൻ്റെ ഇടയൻ തണുപ്പിക്കുന്നു. ഇത് നമ്മുടെ ഒരു ഭാഷാപ്രയോഗത്തിൽ വേണ്ടത്ര അർത്ഥം കിട്ടുന്നില്ല. അപ്പം ഞാൻ മറ്റേ ലളിതമായ തർജ്ജിമ നോക്കിയപ്പോൾ എൻ്റെ പ്രാണൻ അവിടുന്ന് പുതുജീവൻ പകരും. ഹി ഗീവ്സ് മീ ന്യൂ സ്ട്രെങ്ത്. ഹി റിസ്റ്റോർ മൈ സോൾ എന്നും തർജ്ജിമ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു പുതുജീവൻ്റെ അനുഭവം മടുപ്പുകളെ മാറ്റി, നിരാശകളെ മാറ്റി, നവോന്മേഷം പകരും. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. കർത്താവിൻ്റെ ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു അനുഗ്രഹം അനുഭവിക്കുന്നവർക്കറിയാം. എത്രയെല്ലാം നല്ല വചനം ഭക്ഷിച്ചാലും, പുൽപ്പുറത്ത് കിടന്നാലും, വെള്ളം കുടിച്ചാലും ചില സമയത്ത് ഒരു തളർച്ച, ഒരു മടുപ്പ്, ഒരു മുഷിപ്പ്, ഒരു ക്ഷീണം നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥിക്കാനും കഴിയുന്നില്ല, വചനം ധ്യാനിക്കാനും കഴിയുന്നില്ല. ഒരു നിരുത്സാഹത്തിൻ്റെ അനുഭവം. കാരണം കണ്ടുപിടിക്കാൻ ഇച്ചിരി താമസം വരും. പല പല കാരണങ്ങളാലായിരിക്കും അത് വന്നത്. ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടുവരാം, ആരുടെയെങ്കിലും വാക്കുകൾ കൊണ്ടുവരാം, സാമ്പത്തിക പ്രശ്നം കൊണ്ടുവരാം, ഭയം കൊണ്ടുവരാം. ഇങ്ങനെ ഒരു മടുപ്പോ ഒരു പരാജയ ഭീതിയോ ഒക്കെ വരുന്ന സാഹചര്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നാം പോലും അറിയാതെ നമ്മുടെ ഇടയൻ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ മടക്കി വരുത്തും. നവജീവൻ, പുതുജീവൻ നമുക്ക് തരും. ശ്രേഷ്ഠമായ അനുഭവമാണ്. അതിനൊരു ഉദാഹരണമാണ് ഏലിയാവിൻ്റെ ജീവിതം. ഏറ്റവും മികച്ച ജീവിതം നയിച്ചിരുന്ന ഏലിയാവ് ഒത്തിരി സന്തോഷത്തോടുകൂടെ വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു. വിശേഷാൽ ആഹാബ് രാജാവെന്ന ദുഷ്ടനായ ഭരണാധിപന്റെ കാലഘട്ടത്തിൽ ഇസ്രയേൽ മുഴുവനും എല്ലാ വേലിക്കെട്ടുകളും പൊളിച്ച് അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോയപ്പോൾ കർത്താവ് ദൂതനെ അയച്ചു. ദൂതനെ അയച്ചിട്ട് ഈ ഭൂമിയിൽ എവിടെയും കിട്ടാത്ത ചൂടുള്ള റൊട്ടി കൊടുത്തു. അത് ഡിവൈൻ ഫുഡാണ്. അത് അതുപോലെ തന്നെ വെള്ളവും കൊടുത്തു. പക്ഷെ ക്ഷീണം, മനസ്സിൻ്റെ ക്ഷീണം കഠിനമായതുകൊണ്ട് പിന്നെ അവിടെ കിടന്നു. ശരീരത്തിൻ്റെ ക്ഷീണം മാത്രമല്ല, മനസ്സിൻ്റെ ക്ഷീണം. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഒരു ഒറ്റ അടി കൊടുത്തെന്നാണ് പറയുന്നത്. തട്ടിയെന്നാണ് പറയുന്നത്. വേദനിപ്പിക്കുന്ന അടിയല്ല, അത് ഉത്തേജിപ്പിക്കുന്ന, ഉണർത്തുന്ന, ഉത്സാഹിപ്പിക്കുന്ന ഒരു തട്ട് കൊടുത്തിട്ട് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന്.
അവിടെ ആ മനുഷ്യൻ എന്നാ കിട്ടിയെന്നറിയാവോ? തണുപ്പ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. ഹി റിസ്റ്റോർസ് മൈ സോൾ. അവൻ എനിക്ക് നവജീവൻ തരുന്നു, ഉണർവ് തരുന്നു, ഉന്മേഷം തരുന്നു. ഈ നല്ല ഇടയനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു മടുപ്പിലൂടെ പോകുന്നെങ്കിൽ ഈ വചനത്താൽ അവൻ നിങ്ങളെ തട്ടി ഉണർത്തുന്നു. ആമേൻ.